വായനാറ്റം ഒരു വലിയ പ്രശ്നമാണ്. ചിലർക്ക് വായനാറ്റം ഉണ്ട് എന്നൊരു തോന്നലാണ്. ചിലർക്ക് അത് തോന്നലല്ല. തൊട്ടടുത്ത് വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിനെ കണ്ടു. അതിൻ്റെ അടുത്ത് പോലും ഇരിക്കാൻ പാടില്ല. അടുത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര വായനാറ്റമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഈ വായനാറ്റം ഉണ്ടോ എന്നറിയാൻ പലർക്കും ഉണ്ട് എന്നൊരു ചെറിയ സംശയമാണ്. അപ്പോൾ ആദ്യം ഇതിനൊരു ടെസ്റ്റുണ്ട്. ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈയുടെ പുറം വശത്ത് കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് പരമാവധി മണമൊന്നും ഇല്ലാത്തൊരു സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ നന്നായി വെള്ളമൊഴിച്ച് കഴുകിയതിന് ശേഷം അതിൻ്റെ പുറത്ത് നക്കി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് മണത്ത് നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വായിക്കകത്ത് നാറ്റം ഉണ്ടെന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. അല്ലെങ്കിൽ സ്പൂൺ, നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്പൂൺ നക്കിയിട്ട് ഒരു കുറച്ച് 30 സെക്കൻഡ്സ് അതൊന്ന് ഉണങ്ങാൻ നോക്കിയിട്ട് മണത്ത് നോക്കുന്നതാണ് വായനാറ്റത്. പിന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞായിരുന്നു, ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് അത് മണപ്പിച്ച് നോക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഇതൊക്കെ നാറ്റമുണ്ടോ എന്ന് അറിയാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. നാറ്റമുണ്ടോ എന്ന് അങ്ങനെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വായിൽ നാറ്റമുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ചിലർക്കൊരു ഫ്രഷ്നെസ്സിൻ്റെ കുറവാണ്. ഡ്രൈ മൗത്ത് എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്ന് പറഞ്ഞാൽ വായിൽ ഉമിനീരില്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വായിക്കകത്തൊരു നാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നന്നായി വെള്ളം കുടിക്കുന്നത് നമ്മുടെ വായിലെ നാറ്റം ഇല്ലാതെ വായ വൃത്തിയായിരിക്കാനും വായിൽ മണമൊന്നും ഇല്ലാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലിൽ പിടിച്ചിരിക്കുന്ന പ്ലാക്ക് അല്ലെങ്കിൽ കാൽക്കുലസ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഇപ്പോൾ നാരങ്ങ കഴിച്ചാൽ ആ നാരങ്ങയുടെ നീര്, ഇതൊരു ചോക്ക് പോലത്തെ സാധനം. പ്ലാക്ക് കാൽക്കുലസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചോക്ക് പോലെ ഇരിക്കുന്ന സാധനമാണ്. ഈ ചോക്ക് നിങ്ങളൊരു ചോക്കിൻ്റെ കഷ്ണം എടുത്ത് മഷിയിലിട്ടാൽ മഷി വലിച്ചെടുക്കുക, അല്ലാതെ നിങ്ങൾ ജ്യൂസിലിട്ടാൽ ജ്യൂസ് വലിച്ചെടുക്കുക. അതുപോലെ തന്നെയാണ് ചോക്ക് പോലെയുള്ള ഒരു കാൽസിഫൈഡ് ആയിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന കാൽക്കുലസ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരംശം നീരായിട്ട് അതിനകത്തേക്ക് വലിച്ചു വയ്ക്കും. ഇത് നമ്മുടെ സലൈവ, നമ്മുടെ ഉമിനീരിൽ ഇരിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഡൈജസ്റ്റ് ആവും. അതിനകത്ത് ആ ദഹന പ്രക്രിയ നടക്കും. ദഹന പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദഹിച്ച് പുറത്തേക്ക് വരുന്ന സാധനങ്ങളെല്ലാം വായിൽ കുറേശ്ശെയായിട്ട് പുറത്തേക്ക് വരും. അത് ഈ കാൽക്കുലസിൽ പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്നത്, അഥവാ കാൽക്കുലസ്, പ്ലാക്ക് മുതലായവ ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന വായനാറ്റമുണ്ട്. അത് പല്ല് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാൽ എന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്തുകൊണ്ടൊന്നും നടക്കില്ല. ഒരു നല്ല ദന്തരോഗ വിദഗ്ധനെ, പല്ല് ഡോക്ടറിനെ തന്നെ കാണിച്ച് പല്ലെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴിയുമ്പോൾ ഈ കാൽക്കുലസൊക്കെ പോയി കഴിയുമ്പോൾ 2-3 ദിവസം കൊണ്ട് ആ വായനാറ്റം മാറി വരും. അതാണ് അടുത്ത തരത്തിലുള്ള വായനാറ്റം. ഇനി മറ്റു തരത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിലെ പ്രോബ്ലംസ്, കഴുത്തിലെ പ്രോബ്ലംസ്, നമ്മുടെ വയറ്റിലെ പ്രോബ്ലംസ്, ചെസ്റ്റിലെ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന വായനാറ്റമുണ്ട്. ആ വായനാറ്റങ്ങൾക്ക് അതത് അസുഖങ്ങളുള്ള ഭാഗങ്ങളെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ആ വായനാറ്റവും മാറിക്കിട്ടും. ഇനി പല്ലിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം ഇരുന്നിട്ടുള്ള വായനാറ്റമുണ്ട്. അപ്പോൾ ഭക്ഷണം സ്ഥിരമായിട്ടിരിക്കുന്നുണ്ട്, നിങ്ങളത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷേ നിങ്ങളറിയാതെ ചില ഭാഗങ്ങളിലെല്ലാം ഭക്ഷണം കയറി കുടുങ്ങി ഇരിപ്പൊക്കെ ചെയ്യുന്നു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന വായനാറ്റമുണ്ട്. അപ്പോൾ ബ്രിഡ്ജ് വെച്ചു, ബ്രിഡ്ജിൻ്റെ അടിയിൽ വളരെയധികം ടൈറ്റായിട്ടാണ് വെച്ചത്, അതിൻ്റെ അടിയിലൊരു പാട ഫോം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന വായനാറ്റം, ഇംപ്ലാന്റിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കയറിയിരുന്ന് ഭക്ഷണം കയറിയിരുന്നിട്ടുള്ള വായനാറ്റം, അല്ലെങ്കിൽ ഏതെങ്കിലും പല്ലിന് ഉണ്ടാകുന്ന വായനാറ്റം, പല്ലിൻ്റെ കേടുമൂലം ഉണ്ടാകുന്ന വായനാറ്റം, അതുപോലെ തന്നെ അങ്ങനെയുള്ള വായനാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു നല്ല ദന്തരോഗ വിദഗ്ധനെ കാണിച്ച് അതിന് കൃത്യമായ പ്രതിവിധി തേടുന്നതാണ് ആ വായനാറ്റത്തിനും ഏറ്റവും നല്ലത്. ഇനി മറ്റൊരു തരത്തിലുള്ള വായനാറ്റമാണ് ഈ ഡയബറ്റീസ് ഒക്കെ വളരെ കൂടുതലുള്ളവർക്ക്. കീറ്റോൺസ് വളരെ കൂടുതലായിരിക്കും, ശരീരത്തിൽ കീറ്റോൺസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു കീറ്റോണിക് സ്മെല്ലുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടുത്ത് വരുമ്പോൾ വേർപ്പിനൊരു പ്രത്യേക തരത്തിലുള്ള മണമായിരിക്കും. അതുപോലെ തന്നെ വായിക്കകത്തും ഈ കീറ്റോണിക് ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ടാകാം. അത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാതെ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഒരു വായനാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ തന്നെ ചില ആളുകൾക്ക് അവർക്ക് തന്നെ അങ്ങ് തോന്നുകയാണ് അവരുടെ വായനാറ്റം ഉണ്ടെന്നൊക്കെ. അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറിനെ കാണിച്ച്, പല്ല് ഡോക്ടറെ ഒന്ന് കാണിച്ച് ഇതുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. ഉണ്ടെങ്കിൽ അതിനുള്ള വായിക്കകത്ത് ചെയ്യാവുന്ന പ്രതിവിധികളെല്ലാം ചെയ്യണം. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ബ്രഷിങ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷവും, അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രഷിങ് നൈറ്റിൽ ഡിന്നറിന് ശേഷവും ബ്രഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, ഉമിനീരെല്ലാം വളരെയധികം കൂടാൻ വേണ്ടി നമ്മളൊരു സൈലറ്റോൾ ബേസ്ഡ് ഗം കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്താൽ നിങ്ങളുടെ വായനാറ്റമൊക്കെ കുറഞ്ഞ് നല്ല ആത്മവിശ്വാസത്തോടെ ചിരിക്കാനും ആളുകളോട് ഇടപഴകാനൊക്കെ കഴിയും. ഇതിൻ്റെ പേരാണ് ഹാലിറ്റോസിസ് അല്ലെങ്കിൽ വായനാറ്റം എന്ന് പറയുന്നത്. അത് ഹാലിറ്റോസിസ് തന്നെ ഒരു കുഴപ്പക്കാരനല്ല, പക്ഷേ അതിൻ്റെ കാരണങ്ങളെ കണ്ടുപിടിച്ച് മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പല്ലും ആരോഗ്യമായിരിക്കും, നിങ്ങളുടെ മുഴ ആരോഗ്യവതമായിരിക്കും. അതോടൊപ്പം തന്നെ
നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടാനുള്ള സാധ്യതകളുള്ളവരാണ്. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ വായ്നാറ്റം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾ, അല്ലെങ്കിൽ വായ്നാറ്റം എനിക്കുണ്ടോ എന്ന് സംശയമുള്ളവർക്കുമൊക്കെ ഇത് അയച്ചു കൊടുക്കുന്നത് അവർക്കും പ്രയോജനമായിരിക്കും. ഞാൻ പല്ല് ഡോക്ടർ.